എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്ക അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചക്കയുടെ ചുള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ അതും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നമുക്ക് ചേർക്കാം ഈ അവിയലിന്. ഇപ്പോൾ മുരിങ്ങയ്ക്ക ഇല്ല, ഞാൻ ചേർത്തിട്ടില്ല. ചക്കക്കുരുവും കുറച്ച് ചക്കക്കുരുവും കൂടെ അരിഞ്ഞ് ഞാൻ ഈ അവിയലിൻ്റെ പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി അടുപ്പയിലേക്ക് വെച്ചു. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളെല്ലാം വേകാനായിട്ട് വെക്കുകയാണ്. മുരിങ്ങയ്ക്കായും കൂടെ ചേർത്ത് അവിയൽ വെക്കുന്ന സമയത്ത് ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷമാണ് മുരിങ്ങയ്ക്ക ചേർക്കുന്നത്. ആദ്യമേ ചേർക്കാറില്ല, ഒന്ന് തിളച്ചതിന് ശേഷം മുരിങ്ങയ്ക്കായും കൂടെ ചേർക്കും. എന്നിട്ട് ഈ പൊടിയെല്ലാം കൂടെ ചേർത്ത് ഉപ്പുമെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നല്ല തീയിൽ വേവിക്കണം. അവിയൽ എപ്പോഴും തീ കൂട്ടിയിട്ടിട്ട് വേവിക്കണം. ഇങ്ങനെ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ, കാരണം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ അവിയലിന് തീ കൂട്ടിയിട്ടിട്ട് വേവിക്കണം, തീ കുറയ്ക്കരുത്. നല്ല ചൂടിലിരുന്ന് വെള്ളം തിളച്ച് അവിയൽ വേകണം. അതല്ല നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കാതാണ് അവിയൽ ഉണ്ടാക്കുന്നതെങ്കിൽ, സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, ആ സമയത്ത് നമുക്ക് മീഡിയം തീയിലും ലോ ഫ്ലെയിമിലും ഇട്ട് അവിയലുണ്ടാക്കാം. പക്ഷേ ഈ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ തീർച്ചയായിട്ടും തീ കൂട്ടിയിട്ടിട്ട് തന്നെ അവിയലിൻ്റെ കഷ്ണം വേവിക്കണം. ഇല്ലെങ്കിൽ ഒരു വാടിയ ഒരു രുചിയായിരിക്കും അവിയലിനുണ്ടാകുന്നത്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കരുത്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു 90% വെന്ത് കഴിയുമ്പോഴേക്കും പുളിക്ക് ആവശ്യമുള്ള മാങ്ങയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കണം. അങ്ങനെ ഈ കഷ്ണങ്ങളെല്ലാം വേകും, പുളിയൊക്കെ പിടിക്കും കഷ്ണത്തിൽ, മാങ്ങയും നന്നായിട്ട് വേകും. ആ സമയത്തേക്കും നമുക്ക് അവിയലിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ അവിയലിൻ്റേതുപോലെ ചതച്ചെടുക്കുക. അതിനുശേഷം ഈ അരപ്പ് ഈ കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് ഇനി ഉടനെ ഇളക്കരുത്, അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഈ അരപ്പിലൂടെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരണം. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് വെക്കാം. ആവി നന്നായിട്ട് വന്നു കഴിയുമ്പോഴേക്കും അവിയലിനകത്തേക്ക് വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവിയൽ വാങ്ങാം. ഇങ്ങനെയാണ് ചക്ക അവിയൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ പക്ഷേ പുഴുക്കിൻ്റെ ഒരു രുചിയായിരിക്കും വരുന്നത്. ചുമന്നുള്ളി ചേർക്കുന്നവരുണ്ട്, ഞാൻ ചുമന്നുള്ളി ചേർക്കാറില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തില്ല. നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കണം, എങ്കിലേ ചക്കവിയലിന് നല്ല ഒരു മണമൊക്കെ വരികയുള്ളൂ. അതുപോലെ ഈ ചക്കവിയലിന് ചക്കയുടെ മടൽ അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഈ ചക്കച്ചുളയുടെ കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കയുടെ മടൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. സാധാരണ അതും ചേർക്കാറുണ്ട്. വെള്ളരിക്ക ചേർക്കാറുണ്ട്, പടവലങ്ങ ചേർക്കാറുണ്ട്, മുരിങ്ങയ്ക്ക ചേർക്കാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് പച്ചക്കറികളൊന്നും ചേരില്ല. ചക്ക മടൽ ചേർക്കാം. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അവിയലിനൊരു ബലമൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചക്കവിയൽ ഉണ്ടാക്കുന്നത്. നല്ല രുചിയാണ് ഈ ചക്കവിയൽ. ഈ ചക്കവിയലും മോരും കടുമാങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ്. എത്ര പേര് ഇങ്ങനെ ചക്കവിയൽ ഉണ്ടാക്കാറുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചക്കവിയൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളുകൾ ഇനി ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല രുചിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ കൂട്ടത്തിലൊരു മോരും കടുമാങ്ങയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട.